അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. ഇപ്പം നമുക്ക് ആദ്യം പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പഠിക്കാനുള്ളത്. പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചേഞ്ചിങ്, ഇംപ്രൂവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദി ഹെറിഡിറ്റി ഓഫ് പ്ലാന്റ്സ് ഇൻ റിലേഷൻ ടു ദെയർ ആഗ്രോ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. ഒന്നുമില്ല, നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ പാരൻസ് ആക്കി സെലക്ട് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ. എന്നിട്ട് അവരെ ഇൻ്റർബ്രീഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർക്രോസ് ചെയ്തിട്ട് നമ്മൾ സുപ്പീരിയർ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു പാഡിയിൽ തന്നെ ഒരു പ്ലാന്റിന് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് പ്രൊഡക്ടിവിറ്റി കുറവാണ്, അതിൻ്റെ സീഡ് പ്രൊഡക്ഷൻ കുറവാണ്. പക്ഷേ വേറൊരു പ്ലാന്റിന് ഹൈ പ്രൊഡക്ടിവിറ്റിയാണ്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് വളരെ വീക്കാണ്. ഇങ്ങനെയുള്ള കേസിൽ ഈ രണ്ട് പ്ലാന്റിനും രണ്ട് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉണ്ട്. സോ ഇവരെ ബ്രീഡ് ചെയ്ത് ഒരുപാട് ജനറേഷൻസ് വളർത്തിയാൽ അവരുടെ ഓഫ്സ്പ്രിങ്സിൽ അല്ലെങ്കിൽ അവരുടെ പ്രോജനീസിൽ ഡിസീസ് റെസിസ്റ്റൻസും അതുപോലെ ഹൈ പ്രൊഡക്ടിവിറ്റിയും കാണിക്കുന്ന പ്രോജനീസ് ഉണ്ടാവും. ഇവരെ നമ്മൾ വളർത്തിയെടുക്കുക, അവരുടെ സീഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഫാമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതിനെയാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ള പ്രോജനീസിനെ ഉണ്ടാക്കിയെടുക്കുക. ഇന്നത്തെ കാലത്ത് ജീൻ മാനിപ്പുലേഷനൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ സുപ്പീരിയർ ക്വാളിറ്റീസ്, അതായത് ആഗ്രോ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എയിംഡ് അറ്റ് ഇംപ്രൂവിങ് ദ ഡിഫൻസ് മെക്കാനിസംസ് ഓഫ് പ്ലാന്റ് ആൻഡ് എനിമൽസ് ഫോർ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻസ് ആൻഡ് ഡിസീസസ്. It can be regarded as a technology for developing superior varieties of crop plants which are endowed with desirable qualities such as higher yield, greater adaptability, shorter lifespan, early maturation, high resistance against pest and pathogen, high endurance against drought, frost and other climatic extremes and adverse environmental stresses and so on. ഇങ്ങനെയുള്ള ഡിസൈറബിൾ ക്വാളിറ്റീസ്, ഹൈ ഈൽഡ്, അതുപോലെ ഗ്രേറ്റർ അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെയുള്ള ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ പ്ലാന്റ് ബ്രീഡിങ്ങിന് 3 മേജർ കമ്പോണൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് അല്ലെങ്കിൽ ജേം പ്ലാസം. നമ്മുടെ കയ്യിൽ ആ ഒരു ജേം പ്ലാസം അല്ലെങ്കിൽ നല്ല സീഡ്സ് അല്ലെങ്കിൽ ജേം പ്ലാസം ആവശ്യമാണ്, ജനറ്റിക് പ്ലാന്റ് റിസോഴ്സ് ആവശ്യമാണ്. അവരെയാണ് നമ്മൾ പാരൻസായി സെലക്ട് ചെയ്തിട്ട് ബ്രീഡിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ജേം പ്ലാസം വേണം, ആൻഡ് സെക്കൻഡ് വൺ ബ്രീഡിംഗ് ടെക്നിക്സ്, ആൻഡ് തേർഡ് വൺ സീഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ്. Okay, first plant genetic resource or germplasm. Germplasm refers to the sum total of the available genes of a particular species or total variability found in species. ഒരു സ്പീഷീസിലെ, ഫോർ എക്സാമ്പിൾ ഒറൈസ സറ്റൈവ, അതായത് പാഡിയിലുള്ള ടോട്ടൽ വേരിയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ജീൻസിനെയാണ് നമ്മൾ ജേം പ്ലാസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സീഡ് എന്ന് പറയുന്നത് ജേം പ്ലാസമാണ്. ഇങ്ങനെ സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ള സീഡ്സിനെ ആയിരിക്കും നമ്മൾ പാരൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നത്. ദ കളക്ഷൻ, കൺസർവേഷൻ, ഇവാലുവേഷൻ, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ദി germplasm of the cultivated species of crop plants and their wild relatives is very important in plant breeding. ഈ germplasm നമ്മൾ കളക്ട് ചെയ്ത് അവരെ കൺസേർവ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്രീഡിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ബ്രീഡിംഗ് ടെക്നിക്ക്. അതായത് നമുക്ക് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള അല്ലെങ്കിൽ നല്ല ജീൻസ് അല്ലെങ്കിൽ നല്ല
പാരൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അവരിൽ നമ്മൾ ബ്രീഡിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ട് ആഗ്രോ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് വരണം. These include the various genetic principles and procedures of crop improvement. Various methods of crop improvement are plant introduction, selection, hybridization, mutation breeding, polyploidy breeding and genetic engineering. ഈ ഒരു ടെക്നിക്സ് ഒക്കെയാണ് ഉള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി തേർഡ് വണ്ണാണ് സീഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ്. നമ്മളിങ്ങനെ പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തു. ഇനി ഈ പ്ലാന്റ്സിൻ്റെ സീഡുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സീഡ്സിനെ കളക്ട് ചെയ്തിട്ട് ഫാർമേഴ്സിന് എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതല്ലേ മെയിൻ ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രോ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ വളർത്തിയെടുത്തിട്ട് അറ്റ് ലാസ്റ്റ് അത് ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ദീസ് ഡീൽസ് വിത്ത് ദി പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ് ഓഫ് ഇംപ്രൂവ്ഡ് സീഡ് പ്രൊഡക്ഷൻ. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ആണ് പറയുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ഈസ് ദ റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദി റേഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് കൾട്ടിവാർസ് ടു മേക്ക് ദം മോസ്റ്റ് ഡിസൈറബിൾ ടു മാൻകൈൻഡ് ബോത്ത് എക്കണോമിക്കലി ആൻഡ് ആഗ്രോണമിക്കലി. നമുക്ക് എക്കണോമിക്കലി ആണെങ്കിലും അതുപോലെ ആഗ്രോണമിക്കലി ആണെങ്കിലും ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾട്ടിവേഴ്സിന്, അതായത് നമ്മൾ മാൻകൈൻഡിന്, നമ്മൾ മനുഷ്യർക്ക് ഉപയോഗമുള്ള ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഹയർ ഈൽഡ് അല്ലെങ്കിൽ ഹൈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഓരോ പ്ലാന്റിലും നമ്മൾ ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെവറൽ ആസ്പെക്ട്സ് ഓഫ് പ്ലാന്റ്. നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി വെച്ചാൽ പാഡി ആണെങ്കിൽ ഒത്തിരി സീഡ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇങ്ങനെ ആവണമെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് അവരുടെ ഹെർഡിറ്ററി, അതായത് ചില പ്ലാന്റ്സ് നല്ല സീഡ് ഉണ്ടാകുന്നതുണ്ടാകും. അതുകൂടാണ്ട് തന്നെ ചില ആസ്പെക്റ്റുകളുണ്ട്, അതായത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനോടുള്ള റെസ്പോൺസ് നോക്കണം. നല്ല റെസ്പോൺസ് ആണെങ്കിൽ നന്നായി ആ ഒരു പ്ലാന്റ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹൈ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അതുപോലെ ടില്ലറിങ് കപ്പാസിറ്റി, നമുക്കറിയാം റൈസിൽ നിന്നൊക്കെ മൾട്ടിപ്പിൾ ഷൂട്ട്സ് വരും. ഇങ്ങനെയുള്ള ടില്ലറിങ് ആ ഒരു കപ്പാസിറ്റിയും പ്രൊഡക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെസ്റ്റ് റെസിസ്റ്റൻസ്, ഹൈലി റെസിസ്റ്റൻ്റ് ആണ് പെസ്റ്റിനെതിരെ എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റിയും കൂടും. ദെൻ പാരസൈറ്റ്സ്, ഡിസീസ്, ഇതിനൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ അഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക. ഇനി രണ്ടാമത്തത് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇംപ്രൂവ്ഡ് ക്വാളിറ്റിയുള്ള പ്ലാന്റ്സിനെ നമുക്ക് വളർത്തിയെടുക്കാൻ, അതായത് നമുക്കറിയാം നല്ലോണം ഒരു പ്ലാന്റ് നന്നായി സീഡ് പ്രൊഡ്യൂസ് ചെയ്തു, ഹൈ പ്രൊഡക്ടിവിറ്റിയാണ്, പക്ഷേ അവരുടെ സീഡുകൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം. നമുക്കറിയാം നമ്മൾ അരിക്കാണെങ്കിലും പാഡിയുടെ റൈസിനാണെങ്കിലും പല ക്വാളിറ്റീസാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് അവരുടെ ന്യൂട്രീഷണൽ വാല്യൂ, അതുപോലെ കുക്കിംഗ് വാല്യൂ, അതുപോലെ ബേക്കിംഗ് ക്വാളിറ്റി, ദെൻ മാൾട്ടിങ് ക്വാളിറ്റി, അതുപോലെ ഇങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ നോക്കും. അപ്പം ഇങ്ങനെയുള്ള ക്വാളിറ്റീസുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഗ്രെയിൻ സൈസ്, കളർ, മില്ലിംഗ് ആൻഡ് ബേക്കിംഗ് ക്വാളിറ്റി ഓഫ് വീറ്റ്. ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള പ്ലാന്റ് വെറൈറ്റീസിനെ വേണം ബ്രീഡിംഗ് ടെക്നിക്സിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദെൻ തേർഡ് വണ്ണാണ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഡിസീസ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ സർവൈവ് ചെയ്യാൻ കഴിയൂ. അവർക്ക് മാത്രമേ പ്രൊഡക്റ്റീവായിട്ട് വളരാൻ പറ്റൂ.
Pest and disease cause heavy loss of yield in many crop plants. Incorporating disease resistance genes with the genetic system of high yielding plants. Suppose നമ്മുടെ കയ്യിൽ ഹൈ yielding plants ഉണ്ട്, നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള പ്ലാന്റ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റമാണ്, അതായത് ഡിസീസ് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസീസ് റെസിസ്റ്റൻസിനുള്ള ജീൻസ് അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്താൽ ഈ ഹൈ yielding പ്ലാന്റ്സിന് റെസിസ്റ്റൻസ് വരും. സോ അവരുടെ ലോസ്, അതായത് yieldലുള്ള ലോസിനെ നമുക്ക് തടയാൻ പറ്റും. റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് റിക്വയർ ഓൺലി ചീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് കൺവീനിയൻറ്റ് മെത്തേഡ് ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസ് കൺട്രോൾ. സാധാരണ നമ്മൾ ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ പല മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും അതുപോലെ ഹെർബിസൈഡ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഈ ഒരു പെസ്റ്റ് അല്ലെങ്കിൽ ഡിസീസ് കൺട്രോളിന് വേണ്ടിയിട്ട്. സപ്പോസ് നമ്മൾ ഈ ജനറ്റിക് എൻജിനീയറിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ വളർത്തിയെടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സൊക്കെ വളരെ ചീപ്പായിട്ട് ചെയ്താൽ മതി, അല്ലേ? Then they not only increase the production but also stabilize. അതെ. Then in some cases the resistance varieties require only feasible means of control. Disease resistant കൂടുതലാണെങ്കിൽ വളരെ ചെറിയ എന്തെങ്കിലും കൺട്രോൾ മെത്തേഡ് മതി ഈ ഒരു ഇൻഫെക്ഷൻ്റെ ടൈമിൽ. എക്സാമ്പിൾ പറയുന്നുണ്ട് റെസ്റ്റ് ഇൻ വീറ്റ്. സോ ട്രിറ്റിക്കം ഏസ്റ്റിവമാണ് വീറ്റിൻ്റെ ബൈനോമിയൽ നെയിം. ട്രിബിക്കം അല്ല, ട്രിറ്റിക്കം ഏസ്റ്റിവമാണ്. സോ ഇതാണ് 3 ഒബ്ജക്റ്റീവ്സ്. നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സും കൂടി നോക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.